ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് FACTയിലും ശുചിത്വ മിഷനിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. 7ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം FACTയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ഇത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡിലാണ് ഹെൽപ്പർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ നല്ല ആരോഗ്യ ദൃഢഗാത്രരുമായിരിക്കണം. മാസശമ്പളം 22,000 രൂപയും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. പുരുഷന്മാർക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. 2 വർഷത്തേക്കാണ് നിയമനം വന്നിട്ടുള്ളത്. പ്രായപരിധി വരുന്നത് 18 മുതൽ 26 വയസ്സ് വരെയാണ്. പിന്നാക്ക വിഭാഗക്കാർക്ക് വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ അപേക്ഷിക്കേണ്ട അവസാന തീയതി 19 മാർച്ച് 2024 വരെയാണ്. അപേക്ഷിക്കേണ്ട വിധം: നിങ്ങൾ ഓൺലൈനായി അപേക്ഷ പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്തിട്ടുള്ള പൂരിപ്പിച്ച ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും കൂടി വെച്ചിട്ട് സ്പീഡ് പോസ്റ്റ് വഴിയോ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ടോ താഴെ കാണുന്ന അഡ്രസ്സിൽ അയക്കേണ്ടതാണ്. DGM HR ഡിപ്പാർട്ട്മെൻറ്റ്, ഫെഡോ ബിൽഡിംഗ്, FACT, ഉദ്യോഗമണ്ഡൽ, പിൻ നമ്പർ 683501. തപാൽ വഴി അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 2024 മാർച്ച് 30 വരെയാണ്. അപേക്ഷ കവറിന് പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് ഹെൽപ്പർ ഓൺ FTCAB റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നമ്പർ 07/2024 എന്ന് എഴുതേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ മുണ്ടപ്പൊട്ടിയിലുള്ള മരുത സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നുണ്ട്. യോഗ്യരായവർ മാർച്ച് 18 ഉച്ചയ്ക്ക് 12:30 അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം മരുത സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ ശുചിത്വ മിഷന് കീഴിൽ IEC ഇൻറ്റേൺസിനെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം, ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് റിലേഷൻ, സോഷ്യൽ വർക്ക് വിഷയങ്ങളിൽ ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദ യോഗ്യതയുള്ളവർ മാർച്ച് 19-നകം wnd.sm@kerala.gov.in എന്ന ഇമെയിലിലേക്ക് അപേക്ഷിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ ഇംഹാൻസിലേക്ക് ക്ലിനിക്കൽ സൈക്കോളജി തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് വോക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. മാർച്ച് 18 രാവിലെ 11 മണിക്കാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. യോഗ്യത RC രജിസ്ട്രേഷനോട് കൂടി MPhil ഇൻ ക്ലിനിക്കൽ സൈക്കോളജിയും കുട്ടികളുടെ മാനസിക മേഖലയിലുള്ള പ്രവൃത്തി പരിചയവുമാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മാർച്ച് 16 വൈകിട്ട് 5 മണിക്കകം അപേക്ഷകൾ ഡയറക്ടർ, ഇംഹാൻസ്, മെഡിക്കൽ കോളേജ് PU എന്ന വിലാസത്തിലോ അല്ലെങ്കിൽ office@imhans.ac.in എന്ന ഇമെയിലോ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.